ഒരു പെൺകുഞ്ഞുണ്ടായി. ആ പെൺകുഞ്ഞ് ചെറിയ കുട്ടിക്കാലം മുതൽ വളർന്ന് വലുതായി ഒരു 18-19 വയസ്സ് വരെ വിവാഹപ്രായം എത്തുന്നത് വരെ സ്വന്തം അമ്മയെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കളോ നിരന്തരമായും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നത് കണ്ടാണ് ഓരോ പെൺകുട്ടികളും വളർന്നു വരുന്നത് നമ്മുടെ കേരളത്തിൽ. ഇനിയിപ്പോൾ ഈ പെൺകുട്ടികൾ തന്നെ വിവാഹം കഴിച്ച് മരുമകളായി ആ മരുമകൾക്ക് ലഭിക്കേണ്ട ഒരു മാനസിക പീഡനങ്ങളും ശാരീരിക ഉപദ്രവങ്ങളും കിട്ടിയതിന് ശേഷം അവർ മുതിർന്ന് ഒരു അമ്മയുടെ സ്ഥാനത്തെത്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മരുമകൾക്കും ഈ കാര്യം ചെയ്യും. കാരണം എനിക്ക് കിട്ടിയത് പീഡനങ്ങളും വിഷമങ്ങളും ഉപദ്രവങ്ങളും എൻ്റെ മരുമകൾക്ക് കിട്ടാതിരിക്കണമെന്നല്ല കേരളത്തിൽ പൊതുവായിട്ടുള്ള ഇത്തരം ആചാരങ്ങളനുസരിച്ച് ചെയ്യുക. കാരണം കേരളത്തിൽ അതൊരു സ്ഥിരമായ ആചാരം. അത് മതം ജാതിയൊന്നും ആ വിഷയത്തിലില്ല. ചെറിയ കുഞ്ഞ് സ്വന്തം അമ്മയെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും കണ്ടിട്ടാണ് ഒരു കുഞ്ഞ് വളരുക. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അത് കഴിഞ്ഞ് ഈ കുട്ടികൾ വിവാഹം കഴിച്ച് പെൺകുട്ടിക്ക് മക്കളായി ആ മക്കൾ വിവാഹപ്രായം എത്തിയാലും വീണ്ടും ഇവർ ചെയ്യുന്ന പണി ഈ ആചാരം തന്നെ. മരുമകൾക്ക് വേണ്ട രീതിയിൽ ശാരീരികവും മാനസികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക. ഇത് കേരളത്തിൽ നിലനിൽക്കുന്നൊരു സ്ഥിരമായ ആചാരം. ഈ ആചാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കാരണം പറഞ്ഞാൽ കേരളത്തിലെ പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ തയ്യാറാവാം. അഥവാ വിവാഹം കഴിച്ചാൽ തന്നെ ഒരു വീട്ടിൽ ചെന്ന് ആ പണി തുടങ്ങി മേൽപ്പറഞ്ഞ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പെൺകുട്ടികളുടെ കാര്യം നോക്കിപ്പോകും. ഒന്നുകിൽ വാടകയ്ക്ക് ഒരു സ്ഥലം കിട്ടണം, അല്ലെങ്കിൽ സ്വന്തമായി വീട് വെച്ചിട്ട് വരുള്ളൂ എന്ന് പറയുന്ന പെൺകുട്ടികളായി. കാലം മാറിയതിനനുസരിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഇത്തരം രീതികൾ അവസാനിപ്പിച്ചേ പറ്റും. അല്ലെങ്കിൽ അമ്മമാരുടെ മക്കളായ ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുക ഇവിടെ പെൺകുട്ടികളെ കിട്ടില്ല. അപ്പോൾ ആ ആൺകുട്ടികൾ ഒരു ഇണയെ കിട്ടാതെ കിടന്ന് അലയുന്നത് കേരളത്തിലെ ഓരോ അമ്മമാരും കാണേണ്ട അവസ്ഥയായി മാറും. അതുകൊണ്ട് ഇത്തരം നീചമായ ആചാരം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ്.